ഞാൻ കോളേജിലായിരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാണ്ട് ഫേസ് നല്ലപോലെ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാനായിട്ട് കുറേ പ്രൊഡക്ട്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ വളരെ കുറച്ച് പ്രൊഡക്ട്സാണ് എനിക്ക് പേഴ്സണലി വർക്കൗട്ട് ആയിട്ട് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ എനിക്കൊരു ബെസ്റ്റ് റിസൾട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ അതിലെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ സ്കിന്നയുടെ വൈറ്റമിൻ സി ഫേസ് വാഷ് ആണ് കേട്ടോ, വിത്ത് ഹൈലറോണിക് ആസിഡ്. ഇത് ആക്ച്വലി ഞാൻ ഇതേ ബ്രാൻഡിൻ്റെ വേറൊരു പ്രൊഡക്റ്റ് ഞാൻ ട്രൈ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ കണ്ടപ്പം ഒന്ന് മേടിക്കാൻ തോന്നി മേടിച്ചു കേട്ടോ. കാരണം ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ക്ലെൻസേഴ്സ് ആണ്. എന്ന് വെച്ചാൽ ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ആണ്. അപ്പം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്യുമെന്നല്ലാണ്ട് അതിന് അപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ വൈറ്റമിൻ സി അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഫേസ് വാഷ് ആണ് കുറച്ചും കൂടി ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് തരും ക്ലെൻസേഴ്സിനേക്കാളും. എസ്പെഷ്യലി നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ടാൻ അടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഡൾനെസ് ഒക്കെ മാറ്റി നമ്മുടെ അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറ്റി ഒന്ന് റിഫ്രഷ് ഒരു ബ്രൈറ്റ് ആൻഡ് ഫീൽ നമുക്ക് കിട്ടുന്നതായിട്ട് തോന്നും. അപ്പം ഈ ഒരു പ്രൊഡക്റ്റാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഞാൻ ടാൻ ആയിട്ടിരുന്ന സമയത്ത് ഞാൻ ക്ലെൻസേഴ്സ് മോർണിംഗ് ടൈമിലും നൈറ്റ് ഈ ഒരു സ്കിന്നയുടെ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലത്തെ ടൈമിൽ ഭയങ്കര മൈൽഡ് നമുക്ക് ഫേസിൽ അങ്ങനെ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലല്ലോ, അപ്പം മൈൽഡ് ക്ലെൻസിങ് മതി. പക്ഷേ നൈറ്റ് ടൈമിൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് സൺ ടാനും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനത്തെ ഒരു ഫേസ് വാഷ് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചും കൂടെ ബ്രൈറ്റനപ്പ് ആക്കാൻ. എൻ്റെ ആ ഒരു ടാൻ റിമൂവൽ ജേർണിയിൽ എന്നെ ഭയങ്കര അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു ഫേസ് വാഷ് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഒരു ഫേസ് വാഷാണ്. ഒട്ടും തന്നെ നമ്മുടെ ഫേസിലെ മറ്റേ ഓയിലൊക്കെ അങ്ങനെ സ്ട്രിപ്പ് ഓഫ് ചെയ്തിട്ട് ഡ്രൈ ആക്കത്തില്ല. ഭയങ്കര ആ ഒരു മോയ്സ്ചർ കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ഫേസ് വാഷ് അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനകത്ത് ചെറിയൊരു എന്താ പറയുക ഗ്രാനൂൾസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അത് ചെറിയൊരു മൈൽഡ് എക്സ്ഫോലിയേഷൻ കൂടെ ഇതിൻ്റെ കൂടെ തരുന്നുണ്ട്. അപ്പം ഇത് എന്താ പറയുക രാവിലെയും രാത്രിയും യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഈ എക്സ്ഫോലിയേറ്റിംഗ് ബീഡ്സ് ഒക്കെ ഉണ്ടായത് എപ്പോഴും ഇത് യൂസ് ചെയ്യുന്നത് നല്ലതല്ല, നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. പക്ഷേ നൈറ്റിൽ ഞാനത് പ്രിഫർ ചെയ്യും. എസ്പെഷ്യലി നമ്മൾ പുറത്ത് പോയിട്ട് ടാനൊക്കെ അടിച്ച് വരുമ്പോൾ ഇതൊരു നല്ല ഫേസ് വാഷ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് സ്കിന്നയുടെ തന്നെ ഒരു ഒസീവിയ എന്ന് പറഞ്ഞ ഒരു ക്രീമാണ് കേട്ടോ. നിങ്ങൾ ഓർക്ക് ഇതെന്താ സ്കിന്നയുടെ തന്നെ രണ്ട് പ്രൊഡക്റ്റ്, ഇത് പ്രൊമോഷൻ ഒന്നും അല്ല, കൊളാബറേഷനോ പ്രൊമോഷൻ ഒന്നും അല്ല. ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ആദ്യം പറഞ്ഞില്ല. ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചപ്പോഴാണ് അതിൻ്റെ കൂടെ ഒരു സജഷനായിട്ടാണ് ഈ ഒരു ഫേസ് വാഷും കൂടി വന്നത് ഇവരുടെ തന്നെ. അപ്പം ഞാൻ ഓർത്തു എന്തായാലും ടാൻ റിമൂവൽ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ പിന്നെ അതും കൂടി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് അന്നേരം ഫേസ് വാഷ് തീർന്നിരിക്കുവായിരുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇതും കൂടി ഓർഡർ ചെയ്തത്. എന്താ പറയുക ഒരു ബ്രൈറ്റനിങ് ക്രീമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ വെളുത്തിട്ട് പാറുക ആ ഒരു സംഭവമല്ല. ജസ്റ്റ് ഇപ്പം ഓൾറെഡി നമ്മുടെ സ്കിന്ന് കുറച്ച് ബ്രൈറ്റർ ആയിരുന്നു. പക്ഷെ നമ്മൾ പുറത്തൊക്കെ പോയി ടാനൊക്കെ അടിച്ചിട്ട് കരുവാളിച്ച് പോയി, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഫുള്ളും ഡാർക്ക് സ്പോട്ട്സും അൺഈവൻ സ്കിൻ ടോണും പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ, ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുക രാത്രിയിൽ. എനിക്ക് ആക്നെ സ്പോട്ട്സ് കുറേ ഉണ്ടായിരുന്നു. ആക്നെ വന്നിട്ട് കുറേ പാടുകളുണ്ടായിരുന്നു എൻ്റെ രണ്ട് കവിളത്തും. അത് ഒരു 50 ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 2 to 3 വീക്സേ ആയിട്ടുള്ളൂ. അതുകൊണ്ടൊരു 50-60% കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കണ്ടിന്യൂസ് യൂസ് ആയി കഴിയുമ്പോൾ അത് ഫുള്ള് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2-3 വീക്സിൽ തന്നെ എനിക്ക് നല്ലൊരു ചേഞ്ച് എൻ്റെ ഫേസിൽ കാണുന്നുണ്ട്. എൻ്റെ ആക്നെയിൽ മാർക്സ് ഫെയ്ഡ് ആകുന്നുണ്ട് പതുക്കെ. അപ്പം ഞാൻ എൻ്റെ ഫോട്ടോയും എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാനിവിടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് കേട്ടോ, ഞാനത് മസ്റ്റായിട്ട് റെക്കമെൻഡ് ചെയ്യും. പിന്നെ ഞാൻ പറയുകയാണ് സൺസ്ക്രീനും മോയ്സ്ചറൈസറും മസ്റ്റാണ്. ഇത് പിന്നെ രാത്രി യൂസ് ചെയ്താൽ മതി, നൈറ്റിൽ യൂസ് ചെയ്യുക. രാവിലെ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ എടുക്കുക. നല്ല SPF 50 എബവ് ഉള്ളത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ മോയ്സ്ചറൈസർ ഈ ക്രീം ഇട്ടിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഇത് ബിഗിനറാണ് നിങ്ങളെങ്കിൽ, ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒന്നും മുമ്പ് ഉപയോഗിച്ചിട്ടില്ല, ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ഒരു രണ്ട് തവണ മതി. ആഴ്ചയിൽ 2 തവണ യൂസ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ 1 തവണ, 2 തവണ അല്ലെങ്കിൽ 1 തവണ. കാരണം നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നിന് ഇത്രയും ഹൈ പെർസെൻറ്റേജ് ആസിഡ്സ് നമ്മുടെ സ്കിന്നിലോട്ട് വരുമ്പോൾ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് സഡനായിട്ട് ഒരു ഇത് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് റിയാക്ഷൻ വരും. അപ്പം നമ്മൾ ഗ്രാജുവലി നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഗ്രാജുവലി നമ്മൾ തേക്കുക. അങ്ങനെ അതിൻ്റെ ഡേ കൂട്ടി എടുക്കുക. മനസ്സിലായോ? ഫ്രീക്വൻസി കൂട്ടി എടുത്താൽ മതി. പിന്നീട് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 2 തവണ അല്ലെങ്കിൽ 1 തവണ രാത്രിയിൽ. ഓക്കെ, അതാണ് ഇതിൻ്റെ യൂസേജ് വന്നിട്ട്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് എന്താ പറയുക ഒരു ചെറിയൊരു എമൗണ്ട് എടുക്കാവുള്ളൂ, ഒരുപാട് എടുക്കരുത്. കണ്ടോ, ഒരു ചെറിയ എമൗണ്ട് എടുക്കുക. മനസ്സിലായോ? ചെറിയ എമൗണ്ട് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യാം. മനസ്സിലായോ? ചെറിയ ഇതിൽ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യുക. അല്ലാണ്ട് വാരിക്കോരി തേക്കരുത് മുഖത്ത് മൊത്തം. ചെറിയൊരു ക്വാണ്ടിറ്റി എടുക്കുക, ഒരു പീസ് സൈസ് എമൗണ്ട് എടുക്കുക, ഫുള്ളും ഡ്രോപ്പ്. അത് ഫേസ് ഫുള്ളും നിങ്ങൾക്ക് സൺ ടാനിങ് ഒക്കെ മാറ്റാനുണ്ടെങ്കിൽ. ഇനി അതല്ല നിങ്ങൾക്ക് ആക്നെ മാർക്സ് ഒക്കെയാണ് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ ആക്നെ മാർക്കുള്ള ആ ഒരു പോർഷനിൽ മാത്രം ക്രീം എടുത്തിട്ട് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ഇപ്പം ഒരു ആക്നെ ഉണ്ടെങ്കിൽ ആ ആക്നെ സ്പോട്ടിൻ്റെ അവിടെ മാത്രം അപ്ലൈ, ആക്നെയിലല്ല ആക്നെ മാർക്കിൽ. മനസ്സിലായി? അല്ലാണ്ട് ഫേസ് മുഴുവൻ ആക്നെ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ആക്നെ മാർക്ക് ഇവിടെ ഉണ്ട് എന്ന് വെച്ചിട്ട് ഫേസ് ഫുള്ളും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു ഏരിയയിൽ മാത്രം അപ്ലൈ ചെയ്യുക. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ മാത്രം പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പോർഷനിൽ മാത്രം അപ്ലൈ ചെയ്യുക. ഫേസ് ഫുള്ളും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് ആകും. അടുത്ത എൻ്റെ ഒരു ബെസ്റ്റ് ഞാനിത് എന്താ പറയുക ഒരു 2 വർഷമായിട്ട് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ടാൻ മാറാൻ യൂസ് ചെയ്യുന്ന ഒരു ജെല്ലാണ് കേട്ടോ. ഇത് നമ്മുടെ ഡോക്ടർ റാഷേലിൻ്റെ ഡീടാൻ ജെല്ലാണ്. ഇത്
ഭയങ്കര അഫോർഡബിൾ ആണ്. ബാക്കിയുള്ള പ്രൊഡക്ട്സ് പോലെയല്ല, ഭയങ്കര ഭയങ്കര അഫോർഡബിൾ ആണ്. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് പൈസയില്ല, സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ വലിയ പൈസ സ്കിൻ കെയർ ഒന്നും മേടിക്കാനുള്ള പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ മേടിച്ചിരുന്നതാണ് ഈ ഡോക്ടർ റാഷലിൻ്റെ ഡീറ്റാഞ്ചൽ. ഭയങ്കര അമേസിങ് റിസൾട്ട് ആട്ടോ. ഇത് ഞാൻ എനിക്ക് മാത്രമല്ല, എനിക്കിത് വർക്ക് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും ടാൻ മാറാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഇതൊരു ജെല്ലാണ്, ജെല്ലായി കൺസിസ്റ്റൻസിയാണ്. താഴെപ്പോയി നല്ല മണമാണ് കേട്ടോ. ഇങ്ങനെ ഒരു യെല്ലോ കളറിലാണ് ഇരിക്കുന്നത്. ഇത് എന്ത് ചെയ്യാം, നിങ്ങൾ പുറത്ത് പോയിട്ട് വന്ന് ഇപ്പം വെയിലൊക്കെ അടിച്ചിട്ട് പുറത്ത് പോയിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങളൊരു നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്തു. അതിന് പീസ് സൈസ് ഒന്നും വേണമെന്നില്ല, നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്ത് നല്ലപോലെ മസാജ് ചെയ്യണം. ഒരു 5 മിനിറ്റ് നമ്മുടെ ഫേസിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കണം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 20 മിനിറ്റ് വെച്ചിട്ട് കഴുകിക്കളയണം. അത്ര ഉള്ളൂ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത് ഡെയിലി ബേസിസിൽ. ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി ടാനുള്ളവരാണെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാ ദിവസവും യൂസ് ചെയ്താൽ മതി. പുറത്ത് പോകുമ്പോൾ മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോഴല്ലേ യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ടാനുള്ളവർ എല്ലാ ദിവസവും ഡെയിലി മസാജ് ചെയ്യുക. 5 മിനിറ്റ് മസാജ് ചെയ്യുക, 20 മിനിറ്റ് വെക്കുക, കഴുകിക്കളയുക. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഭയങ്കര എഫക്റ്റീവാണ്, ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ കിട്ടും. എത്ര 200 രൂപയ്ക്കൊക്കെ 380 ml കിട്ടും. എത്ര നാൾ നിൽക്കുന്ന ഈ ഒരു വലിയ ബോട്ടിൽ, വലിയൊരു ജാറായത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എസ്പെഷ്യലി സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്കാണ് ഇത് ഭയങ്കര ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം അവർക്ക് ഒത്തിരി പൈസ ചിലവാക്കാറില്ലല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എൻ്റെ അടുത്ത ഒരു ഡെലോസ്കി ഐറ്റമാണ് അണ്ടർ റേറ്റഡ് ബ്രാൻഡിൻ്റെ പീലിംഗ് സൊല്യൂഷൻ. ഈ ഒരു അണ്ടർ റേറ്റഡ് പീലിംഗ് സൊല്യൂഷൻ, അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ആട്ടോ, അണ്ടർ റേറ്റഡ് പ്രൊഡക്റ്റുമാണ്, അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് കേട്ടോ. ഇത് 25% EHA, 2% BHA, 5% PHA പീലിംഗ് സൊല്യൂഷൻ ആണ് കേട്ടോ. നമ്മുടെ യൂഷ്വൽ നോർമൽ സ്ക്രബ്ബ് ഞാൻ യൂസ് ചെയ്യാറില്ല, അത് ഭയങ്കര നമ്മളിങ്ങനെ കുറച്ചൊരച്ചാളുള്ളൂ. അപ്പോൾ അതിലും എനിക്കൊരു 10 മടങ്ങ് എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തത് ഇങ്ങനത്തെ കെമിക്കൽ പീലിംഗ് സൊല്യൂഷൻസ് ആണ്. കാരണം രണ്ടെണ്ണം ഞാൻ പറയാം. ഒരു മെറിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എഫക്റ്റീവാണ് ടാൻ മാറാൻ, അൺഈവൻ സ്കിൻ ടോൺ മാറാൻ, നമ്മുടെ സ്കിന്ന് ഭയങ്കര സ്മൂത്ത് ആൻഡ് സപ്പിൾ ആവും കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് കളയുമ്പോൾ നമ്മുടെ ഫേസ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഭയങ്കര ടെക്സ്ചേർഡ് ഫേസ് ആയിരിക്കും. ഇത് എന്താ പറയുക, ഉപയോഗിച്ചിട്ട് കളയുമ്പോഴത്തേക്ക് ഭയങ്കര നമ്മൾ തൊട്ട് നമുക്ക് മനസ്സിലായി ഭയങ്കര സ്മൂത്ത് ആയിട്ടിരിക്കും. പ്ലസ് ഗ്ലോ ഇങ്ങനെ വരും, നല്ല ഗ്ലോ ആണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ. ഇതൊക്കെയാണ് എനിക്കൊരു ഫേവറേറ്റ്. അതുപോലെ ടാൻ നല്ല രീതിയിൽ മാറും കേട്ടോ. ഇതാണ് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ കെമിക്കൽ അല്ലെങ്കിൽ കെമിക്കലല്ല, കുറച്ച് ഹൈ ആസിഡ്സ് അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് പെർസെൻറ്റേജ് കൂടുതലുള്ള പ്രൊഡക്ട്സ് ഭയങ്കര എഫക്റ്റീവാണ്. അതേസമയം നമ്മുടെ സ്കിൻ ബാരിയർ മൊത്തത്തിൽ ഡാമേജ് ആക്കാൻ പറ്റുന്ന, നമ്മുടെ സ്കിന്നിനെ വൃത്തികേടാക്കുന്ന അതിൻ്റെ പ്രൊഡക്റ്റാണ്. നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ല എഫക്റ്റീവാണ്, മോശം രീതിയിൽ ഉപയോഗിച്ചാൽ സ്കിന്ന് ഡാമേജ് ആണ്, ഉറപ്പാണ്. അപ്പോൾ അതാണ് എല്ലാവർക്കും തെറ്റുപറ്റുന്നത്. പ്രൊഡക്ട്സ് മേടിക്കും, പക്ഷേ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇതില്ല, ചാടിക്കറി യൂസ് ചെയ്യും, സ്കിന്നെ കുളവാക്കും. അപ്പം ഇത് ആഴ്ചയിൽ 1, അതിൽ ഒരു ഇളവുമില്ല, ആഴ്ചയിൽ 1 തവണയേ യൂസ് ചെയ്യാവുള്ളൂ. വൺസ് അല്ലെങ്കിൽ മാക്സ് ടു മാക്സ് ട്വൈസ് 2 തവണ യൂസ് ചെയ്യാം. അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് ഓവർ എക്സ്പോലിയേറ്റ് ആയിട്ട് നിങ്ങളുടെ സ്കിൻ ബാരിയർ അങ്ങ് ഡാമേജ് ആവും, പിന്നെ അത് റിപ്പയർ ചെയ്യാൻ പോണ്ടി വരും. അപ്പം സേഫായിട്ട് യൂസ് ചെയ്യാൻ 2 തവണ, ഏറ്റവും നല്ലത് 1 ഒത്തിരി എന്താ പറയുക, സ്കിന്നിൽ ഇങ്ങനെ ഡെഡ് സ്കിന്നൊക്കെ അടിഞ്ഞു കൂടുന്നവർക്കാണ് 2 തവണ യൂസ് ചെയ്യുക, അത് മാക്സിമം ആട്ടോ. ഇനി അതിന് മണ്ടയിലോട്ട് പോയാൽ നമ്മുടെ സ്കിന്നെ നിങ്ങൾ നശിപ്പിക്കും. നല്ല ഗ്ലോ ആണ്, നല്ല സ്മൂത്ത് ആൻഡ് സപ്പിൾ ആണ്. ഇത് നിങ്ങളൊരു കണ്ടിന്യൂസ് ബേസിൽ ഒരു ലോങ് ടേമിലോട്ട് യൂസ് ചെയ്യാൻ, കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ആഴ്ചയിലും ഓരോ തവണ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട്സ്, ടാന്, അൺഈവൻ സ്കിൻ ടോൺ എല്ലാം റിമൂവ് ആവട്ടോ ഈ ഒരു ഒറ്റ പീലിംഗ് സൊല്യൂഷൻ. നോർമൽ സ്ക്രബ്ബേഴ്സിനേക്കാളും എഫക്റ്റീവാണ്, ഇരട്ടി എഫക്റ്റീവാണ്. പിന്നെ മറ്റേതിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ സെയിം പറയുന്ന ഒരു കാര്യമാണ്, കെമിക്കൽ പീലിംഗ് സൊല്യൂഷനാണ്, നോർമൽ സ്ക്രബ് അല്ല. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്തതിന് ശേഷം നല്ല പ്രോപ്പറായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിരിക്കണം നമ്മുടെ ഫേസിൽ. അതല്ലാണ്ട് ഇത് യൂസ് ചെയ്തതിന് ശേഷം അന്നത്തെ ദിവസം നിങ്ങൾ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു ക്രീംസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച സ്കിന്നിയുടെ ഒസീവിയ ക്രീമിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്രീംസും നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ജസ്റ്റ് മോയ്സ്ചറൈസ് അപ്ലൈ ചെയ്യാം, പക്ഷേ ഒന്നും അന്നത്തെ ദിവസം നിങ്ങളുടെ ഫേസ് ചെയ്യാതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അത് നിങ്ങളുടെ സ്കിൻ കുറച്ചുകൂടെ വേഴ്സറാക്കും, കുറച്ചും കൂടെ സ്കിന്നിൽ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കെമിക്കൽ എക്സ്ഫോളിയേഷൻ ചെയ്തതിന് ശേഷം അന്നത്തെ ദിവസങ്ങൾ വെറുതെ വിടുക, സ്കിന്നെ ഫ്രീ ആയിട്ട് വിടുക. അത് മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. അത് മാത്രമല്ല, ഇത് ചെയ്തതിന് അടുത്ത ദിവസം സൺസ്ക്രീൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇത് ഇടാതെ പുറത്ത് പോയാൽ എന്താ പറ്റുന്നതെന്നറിയോ, നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നെ ടാനൊക്കെ മാറി, സ്കിന്ന് കുറച്ച് സ്മൂത്തായി സപ്പിളായിട്ട് ഇരിക്കുകയായിരിക്കും, ഗ്ലോയിങ് ഒക്കെ ആയിട്ട്. എന്നിട്ട് നിങ്ങൾ പിറ്റേ ദിവസം നിങ്ങൾ വെയിലത്ത് സൺസ്ക്രീൻ ഇടാതെ പോകുമ്പോൾ നിങ്ങൾക്ക് യൂഷ്വലി നിങ്ങൾക്ക് ടാൻ വരുന്ന എമൗണ്ടിനേക്കാളും കൂടുതൽ ടാനിങ് ആയിരിക്കും ഇത് അപ്ലൈ ചെയ്തിട്ട് വരാൻ പോകുന്നത്. മനസ്സിലായോ? സൺസ്ക്രീൻ ഇല്ലാണ്ട് വെറുതെ വെയിലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡാമേജിങ് ആണ്. അപ്പം സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ സൺസ്ക്രീൻ മോയ്സ്ചറൈസറും സ്കിപ്പ് ചെയ്ത്. ഇതിങ്ങനെ എടുത്തെടുത്ത് ഞാൻ പറയുന്നതിന് കാരണം പല ആൾക്കാരും ഇതുപോലത്തെ കുറേ അധികം സ്കിൻ കെയർ പ്രൊഡക്ട്സ് മേടിച്ച് ട്രൈ ചെയ്ത് ഫേസ് നശിപ്പിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഒത്തിരി പേർക്ക് സ്കിൻ ബാരിയർ ഡാമേജ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ലാസ്റ്റ് ഇതൊക്കെ യൂസ് ചെയ്ത് ലാസ്റ്റ് ചേച്ചി എൻ്റെ സ്കിൻ നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ എന്നെ കുറ്റം പറയാൻ വരുന്നത്. അതൊക്കെ നല്ല പ്രൊഡക്റ്റാണ്, നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് നമ്മുടെ സ്കിന്നും ബ്രൈറ്റനപ്പ് ആക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സായിട്ട് ഞാൻ കാണിച്ചേക്കുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ്, പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം ഈ കാണിച്ച പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ. ബിക്കോസ് ഇതൊക്കെ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയ ഹൈലി പെർസെൻറ്റേജ് ആസിഡ്സ് ഒക്കെ ഉള്ള പ്രൊഡക്ട്സാണ്. അപ്പോൾ അങ്ങനെയുള്ളത് അത്രയും സേഫ്ലി വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനി ഏതൊക്കെ ടൈപ്പ് ഓഫ് കോണ്ടൻസ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഈ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക്
നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.